കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ വഖഫ് ഭേദഗതി ബില്ലിനെ കണ്ണടച്ചെതിർത്തപ്പോൾ ബില്ലിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് സംസാരിച്ച് രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി ജോസ് കെ മാണി. താൻ ഉൾപ്പെടുന്ന ഇടതുപക്ഷ മുന്നണിയുടെയും ഇന്ത്യ മുന്നണിയുടെയും പൊതുധാരണയ്ക്ക് വിപരീതമായി ഒരു തീരുമാനം കേരള കോൺഗ്രസ് എടുക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു കേരള ജനത. എന്നാൽ ബില്ലിനെ കണ്ണും പൂട്ടി എതിർക്കാതെ ബില്ലിലെ നല്ല ഭാഗങ്ങളെ അംഗീകരിച്ചും ന്യൂനപക്ഷങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന തീരുമാനങ്ങളെ എതിർത്തുമാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ പാർട്ടി കോൺഗ്രസിൽ പോലും എത്തേണ്ടതില്ലെന്ന് പറഞ്ഞ് എംപിമാരെ ഡൽഹിയിൽ നിർത്തി വഖഫ് ഭേദഗതി നിയമത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത CPM-ന് കേരള കോൺഗ്രസിന്റെ തീരുമാനം പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ചോദ്യം. ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് വഖഫ് ബില്ലിന് ഭാഗികമായി അനുകൂലമായി നിലപാടെടുക്കുന്നതാണ് CPM-ന് പുതിയ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുന്നത്. CPM-ന്റെ ഒറ്റ താല്പര്യത്തിലാണ് കേരള കോൺഗ്രസ് ഇടതുമുന്നണിയുടെ ഭാഗമായത്. അതുകൊണ്ട് തന്നെ പൊതു നിലപാടിന് വിരുദ്ധമായ നിലപാടെടുക്കുമ്പോൾ മറുപടി പറയേണ്ടതും CPM ആയിരിക്കും. വഖഫ് ഭേദഗതി ബില്ലിലെ ചില വ്യവസ്ഥകളോട് യോജിപ്പെന്നാണ് രാജ്യസഭാംഗം കൂടിയായ ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത്. ബിൽ രാജ്യസഭ പരിഗണിക്കുന്നതിന് ഇടയിലാണ് ഈ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. മുനമ്പം മുൻനിർത്തിയാണ് ബില്ലിലെ ചില വ്യവസ്ഥകളെ അംഗീകരിക്കുന്നതെന്നാണ് ജോസിന്റെ വിശദീകരണം. എന്നാൽ വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ അംഗീകരിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രൈസ്തവ സഭാ നേതാക്കൾക്കിടയിൽ പാർട്ടിയോട് ഒരകൽച്ച ഉണ്ടായിട്ടുണ്ട് എന്ന ചിന്ത ജോസ് കെ മാണിയെ കുറച്ചു നാളായി അലട്ടുന്നുണ്ട്. ഇടതുമുന്നണിയുടെ ഭാഗമായതോടെ എല്ലാ കാലത്തും പിന്തുണച്ചിരുന്ന കത്തോലിക്ക സഭ ചെറിയ രീതിയിലെങ്കിലും അകൽച്ച കാണിക്കുന്നതും പാർട്ടിക്ക് വെല്ലുവിളിയാകുന്നുവെന്ന ചിന്തയും പാർട്ടി നേതൃത്വത്തിനുണ്ട്. ഇതിനെല്ലാം ഒറ്റയടിക്ക് മറികടക്കാനുള്ള അവസരമാണ് വഖഫ് ബില്ലിലെടുത്ത നിലപാടിലൂടെ ജോസ് കെ മാണിക്ക് ലഭിച്ചിരിക്കുന്നത്. സഭയുടെ വോട്ട് വാങ്ങി ജയിച്ച UDF എംപിമാർ മുനമ്പം ജനതയുടെ ആശങ്കകളും KCBC, CBCA തുടങ്ങിയ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ ആഹ്വാനത്തെ പുല്ലുവില കൽപ്പിച്ച് പുറന്തള്ളിയപ്പോൾ സഭാ കേന്ദ്രമായ പാലായിൽ പരാജയപ്പെട്ട CPM പിന്തുണയുടെ MP ആയ ജോസ് കെ മാണി മുനമ്പം ജനതയ്ക്ക് വേണ്ടി നിലകൊണ്ടു എന്നത് ഏറെ ചർച്ചകൾക്കിടം നൽകിയിട്ടുണ്ട്. ബില്ലിനെ കേരളത്തിലെ എംപിമാർ അനുകൂലിക്കണമെന്ന് കത്തോലിക് മെത്രാൻ സമിതിയുടെ ആവശ്യം BJP-കാരനായ സുരേഷ് ഗോപി ഒഴികെ ആരും പരിഗണിച്ചില്ല. ഈ അവസരത്തിലാണ് ജോസ് കെ മാണിയുടെ മാതൃകാപരമായ നിലപാടെന്നതും ശ്രദ്ധേയമാണ്. ഇരു സമുദായത്തിലും ദോഷമുണ്ടാക്കാത്ത ഒരു പരിഹാരമാണ് ജോസ് കെ മാണി ആവശ്യപ്പെടുന്നത്. എന്നാൽ ജോസ് കെ മാണിയുടെ ഈ പിന്തുണയ്ക്കെതിരെ CPM നിലപാടെടുക്കാനും സാധ്യതയുണ്ട്. കാരണം മുന്നണിയിൽ ഇത് സംബന്ധിച്ച് വിമർശനമുണ്ടായാൽ മറുപടി പറയേണ്ടി വരിക CPM തന്നെയാണ്. മുന്നണിയുടെ അച്ചടക്കം പാലിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന സന്ദേശം തന്നെയായിരിക്കും CPM നൽകുക. എന്നാൽ മൂന്നാം തുടർഭരണം ലക്ഷ്യമാക്കി നീങ്ങുന്ന പിണറായി സർക്കാരിന് ജോസ് കെ മാണിയുടെ നിലപാട് ഗുണകരമാകുമെന്നും കരുതുന്നവരുണ്ട്. ഇടതുപക്ഷവുമായി അകന്നു നിൽക്കുന്ന BJP-യിലേക്ക് പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ ജോസ് കെ മാണി വഴി മുന്നണിയിലേക്ക് എത്തിക്കാം എന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. എന്തൊക്കെയായാലും ഈ കളിയിൽ ആത്യന്തികമായി നഷ്ടം സംഭവിക്കുക UDF-നായിരിക്കും എന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ.